ഹലോ ലവ്സ്, ഒരു പ്രത്യേക അറിയിപ്പാണ്. എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് മാവോടെ റേന്റെ ലവ് സ്റ്റോറിയാണ്. ദിസ് ഇസ് എ സ്റ്റോറി ബിഫോർ ലിയോ ആൻഡ് റോഷൻ മീറ്റിംഗ്. സോ നോ they cook moments, nothing but only you and me, and I hope you guys enjoyed. No denying. തന്റെ കയ്യിലിരിക്കുന്ന കാശൊക്കെ താടോ. നോക്കിക്കൊണ്ട് നീ കണ്ട് കാശ് തരാനല്ലേ പറഞ്ഞേ. നിങ്ങളൊക്കെ എത്രയല്ല പഠിക്കുന്നത്? ഒരുപാട് കാര്യം അന്വേഷിച്ചിട്ട് കാശ് തരാൻ നോക്കും. അല്ല ഇത് കണ്ടോ, ഇത് വെച്ച ഒരൊറ്റ കേറ്റി ഞാൻ കയറ്റും. എടോ കാശ് എടുക്കടോ. അയ്യോ എടാ പോലീസ് ഓടിക്കോ. Are you okay? Hello? Hello sir. ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ട് ഇങ്ങനെ തന്നെ അന്നേരം നിന്നു. ഞാൻ വന്നില്ലാതെ നിങ്ങളെ തെക്കോട്ട് എടുക്കേണ്ടി വന്നേനെ. ഈ ഏരിയയിൽ ആദ്യമായിട്ടാണോ? ഈ ഏരിയയിൽ ആദ്യമായിട്ടാ. വന്ന് വണ്ടി കയറി. എവിടെയാ പോകണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊണ്ട് ഇറക്കാം. എനിക്ക് ലിഫ്റ്റോ? രക്ഷകൻ കൊള്ളാലോ. അതെ, എന്താലോചിച്ചോണ്ട് നിക്കുവാ? ലിഫ്റ്റ് വേണ്ടേ? കുട്ടീനെ കണ്ടാ പഠിക്കുവാണെന്നാണല്ലോ പറയൂ. വണ്ടിയൊക്കെ ഉണ്ടോ? കുട്ടി? ഞാൻ കുട്ടി? കുട്ടി വന്നില്ലായിരുന്നെ അപ്പാപ്പന്റെ നെഞ്ചത്ത് അവന്മാര് പൊങ്കാലിട്ടിട്ട് പോയേനെ. അല്ല സാറ്, ഇയാള്, താൻ എന്നൊക്കെ കുറെ നേരം വിളിക്കുന്നു. തന്റെ പേരെന്താ? എന്റെ പേര് അലക്സ്. ഓ, ഞാൻ റയാൻ. നിർത്ത്. ഇവിടെയോ? ഇല്ല. ഉറപ്പാണോ? പിന്നെ എന്റെ പ്ലേസ് എനിക്ക് അറിഞ്ഞൂടെ. കുട്ടി, സോറി, റിയാനത് എങ്ങോട്ടാ? എന്താടോ, ലിഫ്റ്റ് തന്ന ആൾക്കൊരു കാപ്പിയെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. അത് കാപ്പിപ്പൊടി തീർന്നു പോയി. അയ്യോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണോ. താൻ കേറിക്കോ, ഞാനും ഇങ്ങോട്ടാ. ഓ ദൈവമേ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. സീനാവുമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഇവിടെയാണോ? അവിടെ ഒരു ചൊറിയും കാരണമല്ലേ? അതോ ഇനി അങ്ങേര് വൈകുന്നേര സമയങ്ങളില് ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായി മാറുമോ? അത് ഈ അപ്പാർട്ട്മെന്റ് ഒന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. ഈ ഏരിയയില് ആദ്യമായിട്ടാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഈ അപ്പാർട്ട്മെന്റ് ഒന്ന് നോക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങേരാ? എന്റെ അപ്പാർട്ട്മെന്റ് ഇതാ. ഇനി എന്തെങ്കിലും ഹെൽപ്പ് വേണേ വിളിച്ചാ മതി. ഇത് നേരത്താണ് ഈ അപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാൻ തോന്നി. ഹലോ ബോസ്, ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണം. ഏത് അപ്പാർട്ട്മെന്റ്? ഞാൻ നിനക്ക് അഡ്രസ് അയച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വാ. ഇതെന്താ? ഇതാണോ അപ്പാർട്ട്മെന്റ്? നാളെ തന്നെ വേണം. അയ്യേ, ഇതോ? നമുക്ക് കുറച്ചുകൂടെ റിച്ച് സെറ്റപ്പ് നോക്കിയാലോ.
തൽക്കാലം ഇത് മതി. അപ്പൊ നമ്മുടെ മാൻഷനോ ബോസ്? മാൻഷൻ അവിടെ ഇരുന്നോട്ടെ. കാറിന്റെ കീ താ, ഞാൻ പോവാ. ഈ അപ്പാർട്ട്മെന്റിലുള്ള ഒരു ചൊറിയാൻ കാർന്ന് വരാം. അങ്ങനെ ഒഴിപ്പിച്ച് ഇന്ന് തന്നെ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കണം. നാളെ ഷിഫ്റ്റ് ആവണം. ഇത്ര പെട്ടെന്നോ? യാ, അപ്പൊ ബൈ ബോസ്. ആ പാപ്പനോട് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? അങ്ങനെ അപ്പാർട്ട്മെന്റ് തരൂരെന്ന് പറഞ്ഞു ബോസ്. എന്നിട്ടെന്താ, ഞാൻ തോക്കെടുത്തു 4 ഡയലോഗ് അടിച്ചു. ഇന്ന് തന്നെ വാങ്ങി പൊക്കോളം മണി എന്റെ കാല് പിടിച്ചങ്ങേര് പറഞ്ഞു. അയാൾക്ക് വേണ്ട പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തില്ലേ? ചോദിച്ചതിലും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ്. അപ്പൊ ഇനി ലോണ്ടറിയും ക്ലീനിങ്ങും ഒക്കെ തന്നെ സെയിം അല്ലയ്യ? പിന്നെ അതൊക്കെ സെറ്റാക്കാൻ പാടൊന്നുമില്ല. നമുക്ക് വിക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ബോസ്. നീ ഉള്ളപ്പോ എന്തിനാ വിക്കി ബോസ്? Hi. Excuse me. Excuse me. ഒരാള് ഹായ് പറഞ്ഞ തിരിച്ചു പറയാൻ അറിയില്ലേ? ഹായ്. ആഹാ, അങ്ങനെയൊന്നും പോവാണോ? രാവിലെ ഒരാളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് ഒക്കെ വിഷ് ചെയ്യുന്നത് ഒരു മര്യാദയാണ്. അത് അറിയില്ല എന്നുണ്ടോ? മോർണിംഗ്. ആ, മോർണിംഗ്. ഇനി അവിടുന്ന് ആ കൈയൊന്ന് എടുത്തിരുന്നെങ്കിൽ അടിയന് പോകാമായിരുന്നു. ഓ, മനുഷ്യന്മാരെ ഇത്രയും ചോട പാടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ജീവൻ രക്ഷിച്ചത് നന്ദിയെങ്കിലും ആ മുഖത്തുണ്ടോ? ഹലോ, ഞാൻ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ നിൽക്കാം. അയാളോട് പെട്ടെന്ന് വരാൻ പറ. ഐ എം വെരി ബിസി. എനിക്കിത് കഴിഞ്ഞൊരു 100 കൂട്ടം പണിയുള്ളതാ. ഇയാളെന്താ ഇവിടെ? എന്നെ കാണാൻ യു സ്റ്റോക്ക്? ഓഹോ, അപ്പൊ താൻ എന്നെ സ്റ്റോക്ക് ചെയ്ത് കോളേജ് വരെ എത്തിയില്ലേ? എക്സ്ക്യൂസ് മീ. എന്തോന്ന് എക്സ്ക്യൂസ് മീ? താൻ ഇനി എക്സ്ക്യൂസ് മീ ഒന്നും പറയണ്ട. ഞാൻ തനിക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. എന്തിനു? എന്താ നീ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത്? അത് എന്തി ഉത്തരം മുട്ടിപ്പോയോ? സ്റ്റോക്കിംഗ് ഈസ് എ ക്രൈം. ഓ, അപ്പൊ ഞാൻ സ്റ്റോക്ക് ചെയ്തു. ആ, ആരെ? എന്നെ. അയ്യേ, നിന്നെയോ? ഞാനോ? നോ വേ. ആരെന്നെ സ്റ്റോക്ക് ചെയ്ത? എനിക്കെന്തോ ഒരു കുറവ്. നിനക്ക് കുറവല്ല, കൂടുതലാ. ഹേ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ. എന്റെ പുറകെ എത്ര പേരുണ്ടെന്ന് അറിയാവോ? അറിയണ്ട. താൻ സ്റ്റോക്ക് ചെയ്തിട്ട് ഇപ്പൊ ചെയ്തില്ല എന്ന് പറയാ? ഞാൻ ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? പ്രൂഫ്? അത് ഇല്ലല്ലോ. സോ കേസ് ക്ലോസ്ഡ്. അങ്ങനെയൊന്നും ക്ലോസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പോവാ. എങ്ങോട്ട്? എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്നെ കിസ് ചെയ്തിട്ട് പൊടിയും തട്ടി പോകുന്നു. ഞാനോ? പിന്നെ ഞാനാണോ? അത് വീടൊക്കെ അബദ്ധം പറ്റിയില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കിസ് മ്യൂച്വൽ അല്ലേ? അങ്ങനെയാണെ താനും കുറ്റക്കാരനോ? അതെങ്ങനെയാ മ്യൂച്വൽ ആകുന്നു? എന്റെ മേത്ത് മറിഞ്ഞു വീണതും പോരാ, ഇപ്പൊ കിസ് ചെയ്തിട്ട് ന്യായീകരിക്കുന്നു. എന്തായാലും കംപ്ലൈന്റ് കൊടുക്കാൻ പോവല്ലേ? കൊടുക്കുമ്പോ ഇതും കൂടി കൂട്ടി കൊടുത്തു. സ്റ്റോക്കറിനെ നീ കിസ് ചെയ്തു. എക്സ്ക്യൂസ് മീ സർ. സർ, ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്.
ആ കുറച്ച്. സോറി സർ. ഇറ്റ്സ് ഓക്കെ. വെയിറ്റ് ചെയ്തോണ്ട് എന്താ, എനിക്കറിയാൻ കുറച്ചൊരു അടുത്ത് അറിയാൻ പറ്റില്ലേ. അപ്പോ ബൈ റയാൻ, നമുക്ക് പിന്നെ എപ്പോഴേലും കാണാം. സർ, ദിസ് വേ. യാ, ഐ ആം കമ്മിങ്. Я тот случай, голову ломать, круче всех сучек. Просто понимай, на высоту сам себя поднимай свою пустоту, но я не заполняю. ഹായ് ബേബി. കാട്ടുകോഴി. ഓ, എന്താണ് അയാളുടെ വിചാരം? എന്തെന്നാ നീ ഇതാരെ പറ്റിയാടേ പറയുന്നേ? മനുഷ്യന്മാരായാലേ ഇത്രയും ചാരഹങ്കാരം ഒന്നും പാടില്ല. അപ്പൊ നിന്നെ പറ്റിയ പോടാ വേണ്ടി. ഒരു കാര്യം ചെയ്താൽ അത് അംഗീകരിച്ചു തന്നൂടെ? തരണം, അഫ്കോഴ്സ് തരണം. അതിന് നീയൊക്കെ എന്നറിഞ്ഞിട്ട് പറയുന്നേ? ഓ, ഒരെണ്ണം എനിക്ക് മനസ്സമാധാനം തരില്ല. അളിയ എന്നതാ? ഒന്നുമില്ല. ഇവൻ എന്നാ? എനിക്കറിയില്ല. ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നല്ല. അതെ, പെട്ടെന്ന് എന്ത് പറ്റി? കണ്ടുപിടിക്കണം. പിടിച്ചിരിക്കും നമ്മൾ. ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഇന്ന് തന്നെ അവന്മാരെ ഫിനിഷ് ചെയ്യാം. ഇത് സമാധാനം തരില്ലല്ലോ ദൈവമേ. കോളേജ് ക്യാമ്പൗണ്ട് സ്മോക്കിംഗ് പാടില്ല എന്ന് അറിഞ്ഞൂടെ? എന്നോടാണോ? അല്ലാണ്ട് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? തന്റെ അല്ലോട് ചെയ്യില്ലെന്ന് പറഞ്ഞേ. ഞാനെന്തിനു നീ പറയുന്നതനുസരിക്കണം? ആ Why should I? നീ ആരാ? എന്റെ ബോയ് ഫ്രണ്ടാ? ബോയ് ഫ്രണ്ട്? ഓ, അപ്പൊ അതാണല്ലേ നിന്റെ മനസ്സിലിരിക്കും. ദേ ഇത് നോക്കൂ. താൻ എന്നെ സ്റ്റോപ്പ് ചെയ്ത് തൽക്കാലം ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഓ, അല്ലായിരുന്നേ? അല്ലായിരുന്നില്ല എന്ത് ചെയ്തേ? താനിക്ക് എന്നെ ശരിക്കും അറിയില്ല. ഓ, then tell me. ഞാനും അറിയട്ടെ. താൻ ഒരുപാടങ്ങ് കളിക്കാതിരിക്കല്ലേ. കളിക്കാനോ? ഇവിടെ വെച്ചോ? ഹാ, അല്ല, ഇവിടെ വെച്ചെങ്ങനാ? എന്റെ മൈൻഡ് ഒട്ടും ശരിയല്ല. അതിന് ഞാനെന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്തായാലും സിഗരറ്റ് താഴെ. നോ. ഓക്കെ. വരുന്നോളിരിക്കുന്നേ ഉള്ളൂ. വർത്താനം കേട്ടില്ലേ? ഈ ലോകം മൊത്തം എന്റെ കാൽ കീഴിലാന്ന വിചാരം. ബോസ് എന്തിനാ ചിരിക്കുന്നേ? നമുക്കിവിടെ നിന്നാ മതിയോ? പോണ്ടേ? എന്നാലും അവരുടെ ഇതിനെ പൊട്ടിക്കാൻ എങ്ങനെയാ പോണേ? കൊച്ചു ചെക്കനല്ലേ, വിട്ടുകളാ. കളയാണോ? ബോസിന് അവനോട് ഒരു സോഫ്റ്റ് കോണർ ഇല്ലേ? എനിക്കോ? മേബി. ബോസ്, മേബി നോട്ട്. ബോസ്, ഈ പോക്ക് ശരിയല്ല. കാര്യങ്ങൾ കൈവിട്ട് പോയി മോനെ. അറിഞ്ഞ ആ ചൊറിയൻ കാരണം ഒരു അപ്പാർട്ട്മെന്റ് വെച്ച്. ഓ, അത് നന്നായി. ഏതോ ഒരു ചെറുപ്പക്കാരനെ വാങ്ങിയെന്ന പറയണേട്ടെ. ചെക്കനോ? ഇല്ല, പെൺപിള്ളേരും ആയിരുന്നിക്കൊള്ളായിരുന്നു. എനിക്കാരായാലും കുഴപ്പമില്ല. നിങ്ങൾക്കൊക്കെ എന്താ? ഓ, അങ്ങേരേക്കാ വേദ ചൊറിയും കാണുന്നവരാ. എന്നാടാ, മുടയാണോ?
ഓ ഇനി നീ കയറി മുടയാൻ നിക്കണ്ട. ആ ശരി, എന്നാ ഒന്ന് കയറി ചോദിച്ചിട്ട് തന്നെ കാര്യം. ഓ വേണ്ട, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ്. നീ വളർത്തി ഇതാ വരുന്നു നമ്മടെ റയാനോട് മുട ഉണ്ടാക്കിട്ട് നമ്മള് വെറുതെ വിട്ടാണ്. എടാ ഞാൻ പറയണത് മൊത്തം കേക്ക്. ഓ യോമാരെന്ത് പോണി വിളിച്ചു വരുത്തും. തുറക്കണില്ലല്ലോടാ, അങ്ങ് ചാവട്ടി പൊളിച്ചാലാ. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. ആരാ, എന്ത് വേണം? ഈ തൊട്ടിയാണ് അവൻ പറഞ്ഞ സാധനം. ഇത് കാണാൻ കുഞ്ഞിക്ക പോലെയുള്ളല്ലോ. അതെ, അവൻ പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. അതെ, കുശുകുശുകാണ്ട് കാര്യം പറയാവോ? ഞങ്ങൾ ഓപ്പോസിറ്റ് അപ്പാർട്ട്മെന്റിലുള്ളവരാ. അതിന് അതിനാ അടി ഉണ്ടാക്കല്ലേ. ഓ, ഇവന്റെ പാർട്ടിയായിരുന്നു. അടി ആയിട്ടില്ല റയാനെ, നീ മിണ്ടാണ്ടിരിക്കി. നീ ഞങ്ങളുടെ ചെക്കനെ കയറി ചൊറിഞ്ഞെന്ന് കേട്ട്. ഞാനോ? എന്തായാലും ഇവിടെ ഒരു പ്രശ്നം. ഓപ്പോസിറ്റ് താമസിക്കുന്ന കുറച്ച് അലവിലാതികളാണ്. അലവലാതിയാ? നമുക്ക് പോവാം. റയാൻ, ഓ സ്റ്റോക്ക് ചെയ്തെത്തിയതാണോ? സ്റ്റോക്കിംഗ്? ഓ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്തത് ഇതാരാ അലക്സ്? എന്താ വിശേഷം? സുഖല്ലേ? അലക്സ്? സുഖം. ഹായ് അലക്സ്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. അയ്യോ, അതെങ്ങനെ ശരിയാവുന്നേ? ആദ്യമായിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാണ്ട് എങ്ങനെയാ പോകുന്നേ? ഇതൊക്കെ ഒരു മര്യാദയല്ലേ റയാൻ? ഓഫ് കോഴ്സ്, ചേട്ടൻ കാപ്പിയിട്. കാപ്പിപ്പൊടി വരുന്നു. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് പറഞ്ഞത്. ഞാനോ? ഓ, അന്നല്ലായിരുന്നു. ഇപ്പൊ ഉണ്ട്. എന്നാ കുടിച്ചിട്ട് പോ. നീ ഇരിക്കുന്നില്ലേ? ലൂക്ക്, കോഫി. എനിക്ക് തോന്നി. റയാൻ ഇരിക്കും. കാർന്നൂര് ഈ അപ്പാർട്ട്മെന്റ് വിട്ടല്ലേ? നമുക്ക് പോയാലോ? മിണ്ടാണ്ടിരിക്കടാ. റയാന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ എന്ത് ബുദ്ധിമുട്ട്? അവനൊരു ബുദ്ധിമുട്ടില്ല. എന്തോടാ? ഇതിനു മുമ്പ് റെയിൽവേ സ്റ്റേഷനിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്കതിനെ പഠിക്കുന്നില്ലാട്ടോ ബോസ്. നിങ്ങളൊക്കെ എന്താ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. ഓ, ഭാവിയിൽ എഞ്ചിനീയേഴ്സ് ആണല്ലേ? അല്ല, ഈ എഞ്ചിനീയറിംഗ് ഒക്കെ ബുദ്ധിയുള്ളവരുടെ പരിപാടിയല്ലേ? നിങ്ങൾ അവിടെ വന്ന് പെട്ടു? ബോസ്, ബോസ്. എന്നാ ഞങ്ങൾ ഇറങ്ങുക. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ.
ഓഫ് കോഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കൂടണം കേട്ടാ. എന്നാ അങ്ങനെ ആവട്ടെ. ബൈ. എന്താണ് മോനെ ഒരു ചിരിയും കളിയും ഒക്കെ? Nothing. ഇതാണല്ലേ അപ്പാർട്ട്മെന്റ് വാങ്ങാനുള്ള കാരണം? മൂന്നെണ്ണത്തിൽ ഏതാ? ഏതായിരിക്കും? അച്ചൂറിയും പൃഥ്വിയാണോ? പോടാ. അപ്പൊ റോഷൻ, എനിക്കും തോന്നി റോഷനെ കാണാൻ കൊള്ളാം, പക്ഷെ ബോസിന്റെ ടൈപ്പ് അതല്ലല്ലോ. ഇത്ര നാളും എന്റെ കൂടെ നടന്നിട്ട് നിനക്ക് എന്റെ ടൈപ്പ് എന്താണെന്ന് അറിയില്ല. ഓ, അപ്പൊ റോഷനാ? പോടാ. അപ്പൊ അതല്ലേ? അല്ല. അപ്പൊ മരുന്ന് റയാൻ? എടാ കൊച്ചു ഗള്ളാ. ഡാടാ പോസാടാ ഞാൻ. എന്നാലും അവസാനം മിണ്ടാ പൂച്ച കഥ അടച്ചല്ലോ. പോടാ. ഇനി റയാനെ കുപ്പിയിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓ, നീ ആക്കണ്ട, ഞാൻ ആക്കിക്കോളാം. ദേടാ ജെല്ലി അടിക്കുന്നു. ഷേടാ, ഇവനെ കൊണ്ട് ഒരു ശല്യമായിരുന്നു. എന്നൊന്നല്ല പയ്യനാ. പയ്യനാ? അപ്പാപ്പന്റെ പ്രായം ഉണ്ടാ? പോടാ അവിടുന്ന്. നമ്മളെക്കാളും ഒരു 3-4 വയസ്സ് കൂടുതല് അത്ര ഉണ്ടാവും. അതെ അതെ. അതിന് നിന്നെന്തീ കാണിക്കുന്നേ? അല്ല, ഈ 4 വയസ്സ് മൂത്തെന്നൊക്കെ പറയുമ്പോ പ്രേമിക്കാൻ പറ്റിയ ഏജാളിയാ. പെർഫെക്റ്റ് ഏജ് ഗ്യാപ്പ്. അയ്യേ, അങ്ങനെയാ? നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്ക് അങ്ങനെ പ്രേമിക്കാൻ ജെൻഡർ ഒന്നുമില്ല. അനി ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ നേരെ പ്രേമിക്കണേന്ന് നിനക്കെന്നാ? ഞാൻ സമ്മതിക്കില്ലാന്ന്. എന്നാന്ന്? സമ്മതിക്കില്ലാത്തോണ്ട്. നിനക്കെന്നാടാ, അവൻ ആരെയും പ്രേമിക്കട്ടെ. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അത് ശരി, എന്നാ ഞാൻ അങ്ങേരെ പ്രേമിക്കും. അങ്ങനെ ശരിയായിരുന്നു. ഞാൻ എന്നെ അല്ലേക്ക്. നീ എന്തൊക്കെ പറഞ്ഞേ? കിസ്സാ? എന്തല്ല പറയടാ. അളിയാ പറഞ്ഞു, അല്ല ഞങ്ങൾ അങ്ങേരോട് ചോദിക്കും. വേണ്ട, എടാ പറയടാ. പറയാം. നിനക്ക് അയാളോട് ക്രഷ് ഉണ്ടോ? അറിയില്ല. അപ്പൊ ഉണ്ട്. പോടാ. എന്തോന്ന് പോടാ? എന്താണ് മോനെ? അറിയില്ലടാ, കിസ്സിലൊന്നുമില്ല. പക്ഷെ എന്നാലും എന്റെ ഫസ്റ്റ് കിസ് നടത്തേണ്ടികളെ. ഫസ്റ്റ് ആണോ? അത് പൊളിച്ചു. നീ ഒരു കൈ നോക്കടാ. പോടാ, ഞാൻ നിന്റെ മാതിരി കോഴിയൊന്നുമല്ല. ഇതിന് നീ കോഴി ആവണമെന്നുണ്ടോ? അയാളോട് കുറച്ച് അടുത്ത് ഇടപെടണം. അപ്പൊ ഫീലിങ്സ് മ്യൂച്വൽ ആണോ എന്നറിയാം. അയ്യേ, അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ. എന്ത്, ഒരാളെ അടുത്തിടപെടുന്നതാണോ? അങ്ങനെയല്ല, പക്ഷെ എന്നാലും എന്നാലും ഇല്ല. നിങ്ങളെ ഫ്രണ്ട്സ് ആവുന്നു, മിണ്ടുന്നു, ബാക്കിയൊക്കെ അളിയന്റെ കഴിവ് പോലെ. എടാ, വളച്ചെടുക്കൊന്നും വേണ്ട. ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. മ്യൂച്വലാണേ അന്ന് ഡേറ്റ് ചെയ്യാൻ സിമ്പിൾ. പോടാ അവിടെ നിന്ന്. ഇതെന്റെ ഫസ്റ്റ് ലവാ. അങ്ങനെ ചുമ്മാ രസത്തിനൊന്നും കയറി ഡേറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് അങ്ങനെ ഒരു ഫീല് വരണം. അയാളെ ലൈഫിൽ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് നമുക്ക് തോന്നുന്നു. അതൊക്കെ ഉള്ളിൽ വരണം ബ്രോ. എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളോടൊന്നും തീരെ താല്പര്യമില്ല. നല്ല ബോർ പരിപാടി. നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഒല്ലേ ഞാൻ പശു തൊട്ട് പുല്ല് തിന്നുമില്ല, പട്ടീനെ കൊണ്ട് തീറ്റിക്കൂല്ല. അത് നീ ഇപ്പൊ എന്നെയാണോ പട്ടീനെ വിളിച്ചത്? എടാ മണ്ടന്മാരെ, അത് അങ്ങനല്ല. പട്ടി തൊട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെയും കൊണ്ട് തീറ്റിക്കുകയില്ല. ആ, ഞാൻ പട്ടി എല്ലായിടത്തോളം കാലം എനിക്കൊരു കുഴപ്പമില്ല. ഒരു ഹായ് പറയണോ? അല്ലേ വേണ്ട, കുറച്ച് ചാടായിട്ട് നിൽക്കാം. ഒരു ഹായ് പറഞ്ഞൂടേടോ. കുലീനരേ, ഉദാത്തരേ, ഉറ്റത്തോഴരേ, ശുദ്ധമർത്യരേ, താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, ഏറ്റ തോൽവി കണ്ട് നോക്കി മൂകരെ, ഇന്ന് ഞാൻ ഹായ് പറയില്ല. സുതിച്ച നീചരേ, തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂടരേ, പാവല്ല ബോസ്, ഒരു ഹായ് പറ ബോസ്.
പറയണോ? പറന്ന്. ഹായ്. പക അത് വീട്ടാണ്. മോണെ ജാട പച്ചയാ ജാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കടാ ഞാൻ ഈ നാട്ടുകാരിയല്ല. വലിയവർക്ക് പോലും ഇന്ന് ദുഃഖമാ ജാട നടപ്പ് ജാട ചിരിച്ചിരിപ്പ് ജാട വരവ് രാജകീയമാ ജാട നല്ലവന്റെ ജാട നല്ല പോലെ നാട്ടിൽ നിന്ന് പാടുക. നോക്കുവാൻ നിരത്തിരെ ഇവരിങ്ങനെ വിട്ടാ പറ്റില്ല. ഗ്രാസ് പരട്ട വണ്ടിക്ക് പഞ്ചറാവാൻ കണ്ട സമയം ടൈമിംഗ് ഇല്ലാത്ത വണ്ടി. ബോസ്, ഒരു ലിഫ്റ്റ് കൊടുത്താലോ? എന്തിന്? ഒരു പാവം പിടിച്ച സെക്കൻഡ് ഇത്രയും വലിയ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എങ്ങനെ പറയാവോ ബോസ്? ബോസിന് മനുഷ്യത്വം ഉണ്ട് ബോസ്? ഇല്ല, കുറച്ച് കുറവാ. ഇങ്ങനെ കണ്ണീച്ചോരില്ലാതെ പെരുമാറല്ലേ ബോസ്? ഓ, ഇങ്ങനെ നന്നാവൂല. റയാൻ ബ്രോ, എന്ത് പറ്റി? അയ്യോ, വണ്ടി പഞ്ചറായോ? ഒരു ഡാഷ് മോൻ വന്നതാ. അവനേതേലും നടക്കുമ്പോ വല്ല ഓലമോട്. ബ്രോ, നോ, അതേതോ പാവം പിടിച്ച ചെക്കൻ അറിയാതെ പറ്റിയതാവും. ബ്രോ വിഷമിക്കണ്ട. ബ്രോക്ക് ഞാൻ അല്ല, എന്റെ ബോസ് ലിഫ്റ്റ് തരും. ഞാനോ? എന്ന് ഞാനിപ്പോ പറഞ്ഞു. ബോസ് മര്യാദക്ക് ലിഫ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ വേറെ വല്ലവനും കയറ്റിക്കൊണ്ട് പോവും. അവസാനം മണ്ണും ചാരി തന്നവൻ. വരുന്നതൊക്കെ കൊള്ളാം, അടങ്ങി ഒതുങ്ങിയിരുന്നോണം. എന്റെ ഗതികേടിന് എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിപ്പോയി. ഞാനും അട്ടെ. ഷിറ്റ്, ഈ തണ്ടി എന്റെ പ്ലാനില്ലായിരുന്നു. എന്താ? ഒന്നുമില്ല ബസ്, ലേറ്റ് ആവുന്നു, നമുക്ക് പോകണ്ടേ? ഇല്ലല്ലോ, ഇനി എന്നത്തെ ജാടകണ്ടാരെങ്കിലും തലക്കടിച്ചിട്ടോ? ഇനി കൂടാണെന്ന് കുറഞ്ഞിരുന്നല്ലോ. എന്തടാളിയ വെള്ളതും കളഞ്ഞു പോയോ? എന്താണ് മുത്തേ കളഞ്ഞു പോയി? ഞാൻ തപ്പിത്തരില്ലേ നിനക്ക്? എന്തൊരു സ്നേഹം! അവൻ കാര്യമായി എന്തോ സാധിക്കാനുള്ള പുറപ്പാടാണ്. പോടാ അവിടുന്ന്, എനിക്ക് എന്റെ മുത്തിനോട് ഇട്ടുള്ളപ്പാ. എടാ പിന്നില്ലേ, നിന്റെ പുതിയ MP ഉണ്ടല്ലോ, അതിൽ ഇഷിബിക്ക് ഒരു റോൾ. ഡാഡിയ, നിനക്ക് പകരം ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇഷിബേബി വേണ്ടെങ്കിൽ വേണ്ട, ശ്രേയ ബേബി ഉണ്ട്, അല്ലെങ്കിൽ ദേവസ് ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പോകണ്ടേ? സൺഡേയോ? ഓ, ഇന്ന് സൺഡേ ആണല്ലേ. ഈ പള്ളി പോയതായിരിക്കും. പിന്നീട് ഒരു പള്ളിയിലൊക്കെ പോവോ? എന്ത് പറ്റി മോനെ, ഇന്ന് സ്ഥിരം കണി കണ്ടില്ലേ? എന്ത് കണി? വാ, അകത്തേക്ക് പോവാ. അയ്യോ, 9 മണി, ഞാൻ പോവാ. ഇന്ന് നിനക്ക് സെമിനാർ ഇല്ലല്ലോ, പിന്നെ നേരത്തെ. ബൈ. ഷെടാ, ഇവനിതെങ്ങോട്ടാ? എന്നും രാവിലെ കൃത്യം 9 മണിക്ക് ഇറങ്ങണ്ടല്ലോ. അളിയ, നിനക്ക് എന്തേലും ഫിഷ് തോന്നുന്നുണ്ടോ? ഇതിലിപ്പോ ഇതിന് മാത്രം എന്ത് ഫിഷ് അടിക്കാൻ? അവൻ പാട്രോളിങ്ങിന് പോണതല്ലേ. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെങ്കിൽ വായിനോട്ടം എന്നാ പറയും. പറയാൻ കേൾക്കണ്ട, അവന്റെ വിചാരം നമ്മളൊന്നും അറിയുന്നില്ല എന്നാണ്. തൽക്കാലം നമുക്കൊന്നും അറിയണ്ട. നീ എന്നെ പറയണേ, നമ്മൾ അറിഞ്ഞില്ലേ? നമ്മൾ അറിയണത് അവൻ അറിയണ്ട എന്ന്. ഓ ഓ ഓ ഓ ഓ, അപ്പടി. അയ്യോ, ലേറ്റ് ആയോ? ജസ്റ്റിനെ കാണാനില്ലല്ലോ. ലേറ്റ് ആയില്ല, ഇനി കുറച്ച് ചാട് കാണിച്ചു നടക്കാം. ഇങ്ങനെയൊക്കെ ഒന്ന് പുറകേനെ വിളിച്ചൂടെ? മനുഷ്യനായാലേ ഇത്രയും ചാട് പാടില്ല. റയാൻ ബ്രോ, പക്കോരെങ്ങനെങ്കിലും വിളിച്ചു. ബ്രോന്റെ വണ്ടി എന്തായി? പഞ്ചർ ഒട്ടിച്ചോ? ഇല്ലെങ്കിൽ നമുക്ക്
ഓ വേണ്ട, ഞാൻ ക്യാബ് വിളിച്ച് പൊക്കോളാം. ക്യാബ് വിളിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ എന്നാ ഇഞ്ഞറ വായിലെ ബനാനാണോ? അല്ല റയാൻ ബ്രോ, ഈ ക്യാബൊക്കെ വിളിക്കുമ്പോ വെറുതെ പൈസ പോവില്ലേ? ഞങ്ങളാണെ സെയിം റൂട്ടിലാ പോണേ. ഞങ്ങളല്ല, ബോസ് ഡ്രോപ്പ് ചെയ്യും. ഞാനോ? ബോസ് അല്ലേ കുറച്ചു മുമ്പ് പാവം റയാൻ എങ്ങനെ പോകും, നമുക്ക് ഡ്രോപ്പ് ചെയ്താലോ എന്ന് പറഞ്ഞേ. ഞാനെപ്പ പറഞ്ഞു? പിന്നീട് പറയാൻ വഴിയില്ലല്ലോ, ഈ പറഞ്ഞ വെറുതെ പറഞ്ഞതായിരിക്കും. റയാൻ ബ്രോ ഒന്നും പറഞ്ഞില്ല. ഹാ, അലക്സ് നിർബന്ധിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? അതിന് ഞാനിപ്പോ നിർബന്ധിച്ചു. ഇപ്പൊ നിർബന്ധിച്ചു നീ. അപ്പൊ ഗൈസ്, ഹാപ്പി ജേർണി. അപ്പൊ നീ വരുന്നില്ലേ? സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ ആവശ്യമുണ്ടോ ബോസ്? ബ്രോ വരുന്നില്ലേ? ഇല്ല, എനിക്ക് വല്യമ്മച്ചിനെ കാണാൻ പോണം. ഇത് 2 വർഷം മുമ്പ് വടിയായി വല്യമ്മച്ചീനോ? മിണ്ടാണ്ടിരിക്കും ബോസ്. കഷ്ടപ്പെട്ട് ഞാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നതാ, അത് നശിപ്പിക്കല്ലേ. എന്നാ ബൈ ബ്രോ. ബൈ. എന്റെ മടക്കി പറമ്പിലമ്മച്ചി, രണ്ടുപേരെയും ജീവനോടെ കോളേജിൽ എത്തിക്കണേ. എത്തുന്നതിന് മുമ്പ് അവരുടെ ഇടയിൽ ഒരു ചെറിയ സ്പാർക്കെങ്കിലും പ്ലീസ്. കമാന്നൊരു അക്ഷരം ഇന്നത്തെ വാങ്ങി ചാടൂലേ, ഞാൻ ആദ്യം മിണ്ടൂല, നോക്കിക്കോ. ഗ്രാസ്, എനിക്ക് ദേഷ്യം വരുന്നു. വണ്ടി ഇറങ്ങി ചാടിയാലോ? വേണ്ട, ചത്തു. ബോറടിക്കുന്നു. പാട്ട് വെച്ചാലോ? എന്താ ഒരു റൊമാൻറ്റിക് ഫീൽ ഇപ്പൊ സെറ്റ്. Excuse me, let me tell you something. ഗ്രാസ് ഇങ്ങനെ സമ്മതിക്കൂല. നശിപ്പിച്ചു. ആഹാ, ഞാൻ ഒറ്റക്കല്ലോ, ഇയാളും കൂടിയല്ലേ? ഉണ്ടക്കട വെച്ച് നോക്കി പഠിപ്പിക്കണം. നോക്കിക്ക്, നന്നാക്കാൻ എത്ര രൂപയാന്ന് പറ, ഞാൻ തരാം. ആരുടെ ഔദാര്യം എനിക്ക് വേണ്ട. ഒരുപാട് കിടന്ന് ജാടയിടാണ്ട് പൈസ എത്രയാന്ന് പറ. ഓ, എത്ര രൂപ പറഞ്ഞാലും എടുക്കാനുണ്ടാവൂ? ഈശ്വര, പൈസ എടുത്തിട്ടില്ല. സാറല്ല, ഗൂഗിൾ പേ ഉണ്ടല്ലോ. ഗൂഗിൾ പേ മുത്തുള്ള മുത്ത്. നമ്പർ പറ, ഞാൻ ഗൂഗിൾ പേ ചെയ്യാം. ഞാൻ ഇയാളോട് നമ്പറല്ലേ ചോദിച്ചേ, നീര് നോക്കണുണ്ടോ തോന്നുന്നു. ഞാൻ സ്ഥലത്തിന്റെ ആധാരാണ് ചോദിച്ചതെന്ന്. നമ്പർ വേണേ ചോദിച്ചാ പോലെ. എന്തിനാ ഈ ചീപ്പ് ട്രിക്കൊക്കെ? ഞാൻ അതല്ല. എന്തെല്ലാന്ന്? ഞാൻ അതല്ല ഉദ്ദേശിച്ചെന്ന്. എക്സ്പ്ലെയിൻ ചെയ്യണ്ട, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായെന്ന്? യു ലൈക്ക് മീ റൈറ്റ്? ഹാ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ താങ്കൾ അടുത്തേക്ക് ഇത് കാറ ബോധമുണ്ടോ? അപ്പൊ കാറല്ലായിരുന്നെങ്കിൽ അടുത്ത് വരായിരുന്നു. ഹാ, അയ്യോ അങ്ങനല്ല. എങ്ങനല്ല? ലേറ്റ് ആവുന്നു. ഹാ, കോളേജിലേക്ക് ലേറ്റ് ആവുന്നു. വണ്ടി എടുക്കൂ. എടുക്കില്ലേ? ഞാൻ വേറെ ക്യാബ് വിളിച്ചു. പോവോ? ആവോ? എന്റെ പെർമിഷൻ ഇല്ലാണ്ട് പോവോ? തന്റെ പെർമിഷൻ ഒക്കെ എനിക്ക് എന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ പോവാ. അത് ലോക്ക്ഡൌൺ, ഞാൻ മനസ്സ് വെക്കാണ്ട് തുറക്കില്ല. വെക്കോ? എന്ത് മനസ്സ് വെക്കണോ? താന ഡോർ തുറക്കാൻ വെച്ചാ മതി. അത് മാത്രം മതിയോ? മതി മതി മതി. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, ഞാൻ ക്യാബ് വിളിച്ചു പോക്കോളാം. ലേറ്റ് ആവും. സാരല്ല, തന്റെ കൂടെ ഞാനിനി ഇല്ല. യു ഷുവർ? ഹാ, ഓക്കെ. എന്തൊരു മനുഷ്യനാണ്.
അയ്യോ എന്റെ ദൈവമേ എന്റെ ഹൃദയം ഇടിച്ചിടിച്ചിടിച്ച് ഹാർട്ട് അറ്റാക്ക് വരുന്നു ഓർത്തു. ഓ അയ്യോ ഇനി ഇയാളുടെ കൂടെ ഞാൻ എവിടെയും ലോക്കാവില്ലേ.